നമുക്ക് ഡൽഹിയിലേക്ക് പോവാം. ഡൽഹി തയ്യാറാണെന്ന് പറയുന്നു. ഇന്നലെ തന്നെ അനൗൺസ് ചെയ്തിരുന്നതാണ്. തലസ്ഥാനം പിടിച്ചെടുത്ത് ജൈത്രയാത്രയായി ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് ട്രെയിനിൽ യാത്ര ചെയ്തെത്തിയ കോർപ്പറേഷൻ മേയറും ഡെപ്യൂട്ടി മേയറും കൗൺസിലർമാരും അടങ്ങുന്ന സംഘം ജനം ടി വിക്കൊപ്പം ചേരുകയാണ്. ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തെ ജനപ്രതിനിധികൾ മാത്രമല്ല അല്ലേ, എനിക്ക് തോന്നുന്നു തൃപ്പൂണിത്തുറയും 150ഓളം പേർ പോയിട്ടുണ്ട്. ഇന്നലെ രഘുനാഥ് മേനോനെയൊക്കെ ഉണ്ടായിരുന്നു. തൃപ്പൂണിത്തുറ ഭരണം പിടിച്ചതടക്കമുള്ള 150ഓളം പേർ വിജയം നേടിത്തന്നവരുണ്ട്. മറ്റേ ഈ ഒരു പ്രചാരണത്തിന് ചുക്കാൻ പിടിച്ചവരുണ്ട്. അങ്ങനെ 150ഓളം പേർ എത്തിയിട്ടുണ്ട്. ജിഷ്ണു കൃഷ്ണനാണെന്ന് തോന്നുന്നു അല്ലെ ഡൽഹിയിൽ. ജിഷ്ണു നമസ്തേ, ഗുഡ് മോർണിംഗ്. വിജയശ്രീലാളിതരായി വിജയത്തിലകം അണിഞ്ഞ് ആവേശകരമായ സ്വീകരണം ഏറ്റുവാങ്ങിയാണ് നമ്മുടെ BJP പ്രതിനിധികൾ തലസ്ഥാനത്തെത്തിയത്. എന്തൊക്കെയാണ് അവർക്ക് പറയാനുള്ളത്? ഇതുവരെയുള്ള അനുഭവങ്ങൾ എന്താണ്? ഇന്നത്തെ പരിപാടികൾ എന്തൊക്കെയാണ്? ജിഷ്ണു ഗുഡ് മോർണിംഗ്. നമസ്തേ. ജിഷ്ണു ഗുഡ് മോർണിംഗ്. നമസ്തേ. പ്രദീപുള്ള അനിൽ നമ്പ്യാർ നമസ്തേ, ഗുഡ് മോർണിംഗ്. തീർച്ചയായും ഊഷ്മളമായ വരവേൽപ്പാണ് കേരളത്തിൽ നിന്നുള്ള BJPയുടെ ജനപ്രതിനിധികൾക്ക് ഡൽഹിയിൽ ലഭിച്ചത്. കാരണം BJP ഓഫീസിൽ ഇന്നലെ ലഭിച്ച സ്വീകരണത്തിന് നമ്മൾ സാക്ഷികളായിരുന്നു. ജനം TV പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. നിരവധി സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള വിജയാഘാസ പ്രകടനങ്ങൾ, വിജയാഘോഷങ്ങൾ BJPയുടെ ദേശീയ തലസ്ഥാനത്ത്, ദേശീയ ആസ്ഥാനത്ത്, ദീൻദയാൽ ഉപാധ്യായ മാർഗിലെ ദേശീയ ആസ്ഥാനത്ത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ കേരളത്തിന് ലഭിച്ച പോലൊരു സ്വീകരണം, അത്രയധികം അഭിമാനത്തോടു കൂടിയാണ് BJPയുടെ കേന്ദ്ര നേതൃത്വം സംസ്ഥാനത്തെ, കേരളത്തിലെ പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചതുൾപ്പെടെയുള്ള വിജയത്തെ നോക്കിക്കാണുന്നത്. ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള കൗൺസിലർമാർ, BJPയുടെ കൗൺസിലർമാർ ഇപ്പോൾ ജനം TVയോടൊപ്പം ലൈവായി ചേരുകയാണ്. തിരുവനന്തപുരത്തിൻ്റെ മേയർ VV രാജേഷ് ഉണ്ട്. എല്ലാവർക്കും നമസ്കാരം. നിരവധി തവണ വന്ന സ്ഥലമാണ് രാജ്യതലസ്ഥാനം. വിജയം ലഭിച്ചിട്ട് കുറച്ച് ദിവസമായി, മേയറായി ചുമതലയേറ്റെടുത്തിട്ട് കുറച്ച് ദിവസമായി. പക്ഷേ മുൻപ് നിരവധി തവണ എത്തിയിട്ടുള്ള ഡൽഹിയിൽ മേയറായി എത്തിയപ്പോഴുള്ളൊരു അനുഭവം എങ്ങനെയാണ്? തീർച്ചയായിട്ടും പാർട്ടി എത്രത്തോളം ഗൗരവമായാണ് കേരളത്തിലെ വിജയത്തെ കാണുന്നതെന്നാണ്. അതായത് അടുത്ത തലത്തിലേക്ക് കേരളത്തിലെ പൊതുപ്രവർത്തനം, BJPയുടെ പൊതുപ്രവർത്തനം വളരുന്നു. അതിനനുസരിച്ചിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേഷന് വേണ്ടിയുള്ള ഒരു ടീമിനെ പാർട്ടി സെലക്ട് ചെയ്യുന്നു എന്നാണ് എനിക്ക് മനസ്സിലായത്. അതായത് കൂടുതൽ സ്ഥലങ്ങൾ വിജയിപ്പിക്കുവാൻ, ഇപ്പോൾ MLA-മാരെയൊക്കെ വിജയിപ്പിക്കുവാൻ തക്ക തരത്തിലുള്ള ജനപ്രതിനിധികളാണ് ഇപ്പോൾ ജയിച്ചു വന്നിട്ടുള്ളത്. അവരെ ആ തരത്തിലേക്ക് വാർത്തെടുക്കുവാനുള്ള അടിസ്ഥാനപരമായ വർക്കാണ്, പ്രവർത്തനമാണ്. ഇപ്പോൾ കഴിഞ്ഞ 3 ദിവസം ട്രെയിനിൽ ഞങ്ങൾ ഒരുമിച്ച് യാത്ര വന്ന കുറേ മാധ്യമങ്ങൾ വാർത്ത കൊടുത്തു. പക്ഷേ ഒരു കേവലം ഡൽഹിയിലേക്കുള്ള യാത്രയല്ല, മറിച്ച് കേരളത്തിനെതിരെ രാഷ്ട്രീയ അടിത്തറ പാകുന്ന ഒരു പ്രവർത്തനമാണ് നടക്കുന്നത്. ഇന്നലെ ഞങ്ങളുടെ അഖിലേന്ത്യാ അധ്യക്ഷനും സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർജി, BL സന്തോഷ്ജിയൊക്കെ തന്നെ, വിനോദ് താവ്ഡെ, ഇവരൊക്കെ തന്നെ പതിറ്റാണ്ടുകളായി പൊതുപ്രവർത്തന രംഗത്ത് പരിചയം സമ്പന്നരായവർ. ഇവരൊക്കെയാണ് തുടങ്ങിയ ഒരു സെഷൻ. ഇന്നിപ്പോൾ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി കാണുന്നുണ്ട്, ആഭ്യന്തരമന്ത്രിയുമായിട്ടുള്ള സെഷനുണ്ട്. അതുപോലെ മനോഹർലാൽ ഖട്ടാർജി, അർബൻ ഡെവലപ്മെൻറ്റ് മിനിസ്റ്റർ വന്നിട്ട് A to Z ഏതൊക്കെ തരത്തിൽ പഞ്ചായത്ത്, മുനിസിപ്പൽ കോർപ്പറേഷനുകളിൽ നമുക്ക് ഭരണം ജനങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദമാക്കാം എന്നുള്ളത് സംസാരിക്കുകയാണ്. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഇവർക്ക് നന്നായിട്ട് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ അനുഭവം കിട്ടുവാൻ കണക്കിൽ ഡൽഹിയിൽ മറ്റു ചില സ്ഥലങ്ങൾ സന്ദർശിക്കുന്നുണ്ട്. എന്തായാലും തീർച്ചയായിട്ടും പിന്നെ ഈ വന്നവരൊക്കെ തമ്മിലുള്ള ഒരു ഇൻറ്റേർണൽ ബോണ്ടിങ് അത് വളരെ ശക്തമായിട്ടുണ്ട്. അതൊക്കെയാണ് ഇതിലൊക്കെ നിഴലിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് കേരളത്തിനാണ്, കേരളത്തിലെ രാഷ്ട്രീയ പൊതുരംഗത്തിന് ഏറ്റവും ഗുണപ്പെടാൻ പോവുകയാണ്. ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൂടാതെ പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചകളുണ്ട്. എങ്ങനെയാണ് ആ കൂടിക്കാഴ്ചയെ നോക്കിക്കാണുന്നത്? അത് മുൻപോട്ടുള്ള പ്രവർത്തനത്തിൽ എത്രത്തോളം കാണാൻ സാധിക്കും? തീർച്ചയായിട്ടും അത് കേരളത്തിലേക്ക് ഭാവിയിലേക്കുള്ള കേരളത്തിലെ പ്രവർത്തനത്തിൽ ഇപ്പോൾ അമിത്ഷാജിയോടൊക്കെ തന്നെ ഞങ്ങൾക്ക് കാര്യങ്ങൾ അങ്ങോട്ട് ചോദിക്കാൻ സാധിക്കും, അർബൻ മിനിസ്റ്ററോടും ചോദിക്കാൻ സാധിക്കും. പിന്നെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ കേരളത്തിൽ വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഞങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകും. ഞങ്ങൾക്ക് എന്തെങ്കിലും സാധിച്ചു തരാൻ പറ്റുന്ന ആവശ്യങ്ങളുണ്ടെങ്കിൽ മുകളിൽ സംസാരിക്കാൻ വേണ്ടി പരിചയസമ്പന്നരായ നേതാക്കന്മാരുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് വളരെയധികം ആത്മവിശ്വാസം നൽകുകയാണ്. എങ്ങനെയാണ് ഈ ഡൽഹി യാത്രയെ നോക്കിക്കാണുന്നത്? ഒരുപാട് സന്തോഷത്തോടെയാണ് നോക്കിക്കാണുന്നത്. അതുപോലെ തന്നെ VV ചേട്ടൻ പറഞ്ഞതുപോലെ ഒരു BJP രാഷ്ട്രീയ മേഖലയിൽ നിന്ന് ഒരു അടിത്തറ കേരളത്തിൽ സൃഷ്ടിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം അതിനനുസരിച്ച് തന്നെയാണ് ഓരോ ക്ലാസ്സുകളും നടത്തുന്നത്. വെറും ഒരു ടൂറല്ല, തികച്ചും ഇതൊരു എന്താ പറയുക, ഒരു ക്യാമ്പയിൻ തന്നെയാണ്. അതുപോലെ തന്നെ കേരളം ഒട്ടാകെയുള്ള BJP പ്രവർത്തകരും കൗൺസിലേഴ്സുമായിട്ട് ഒരു പരിചയം പുതുക്കാനും അതോടൊപ്പം അവരുമായിട്ടൊരു ഇൻട്രാക്ഷൻ നടത്താനും അവരുടെ ഏരിയയിലെ
പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും നമ്മുടെ ഏരിയയിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് എങ്ങനെയെന്നുള്ള രീതിയിൽ വരെ നമ്മൾ സംസാരിച്ചാണ് ഓരോ ഇടത്തേക്ക് വരുന്നത്. തീർച്ചയായും വലിയൊരു ആത്മവിശ്വാസം BJPയുടെ ജനപ്രതിനിധികൾക്ക് ഈ ഡൽഹി യാത്ര നൽകുന്നുണ്ട്. ഒപ്പം നമ്മളൊപ്പം കോഴിക്കോട് നിന്നുള്ള കൗൺസിലർ ടി റിനീഷ് കൂടി ചേരുന്നുണ്ട്. കാരണം കോളേജിൽ എൻ്റെ സീനിയർ കൂടിയായിരുന്നു റിനീഷ് ചേട്ടൻ. കോഴിക്കോട് മേയറുടെ വാർഡ് പിടിച്ചെടുത്തുകൊണ്ടാണ് ഇത്തവണ ചരിത്രം കുറിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് ഈ ഡൽഹി യാത്രയെ നോക്കിക്കാണുന്നത്? അല്ല, വളരെ വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒരു യാത്രയാണ്. നമ്മുടെ ഒരുപാട് പ്രവർത്തകർ ജീവനും ജീവിതവും കൊടുത്ത് നേടിയെടുത്ത പ്രസ്ഥാനം അത് ഒരു വലിയ തിരുവനന്തപുരം കോർപ്പറേഷൻ വിജയിക്കുന്ന തരത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. ഭാവിയിൽ കേരളം ഭരിക്കണമെന്നുള്ള കാഴ്ചപ്പാടോടുകൂടിയാണ് കേന്ദ്ര നേതൃത്വം ഇത്തരത്തിൽ ഞങ്ങൾക്ക് ട്രെയിനിങ്ങുകളും മറ്റു കാര്യങ്ങളും തന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വലിയ ആത്മവിശ്വാസം നൽകുന്നു. ഞങ്ങൾക്ക് കിട്ടിയ സ്വീകരണത്തിന് കേന്ദ്ര നേതൃത്വത്തോടും സംസ്ഥാന നേതൃത്വത്തോടും ഒരുപാട് നന്ദി. പ്രദീപ്, ഈ കൗൺസിലർമാർ ഇപ്പോൾ BJP ദേശീയ കാര്യാലയത്തിലേക്ക് പോവുകയാണ്. അതിനു മുൻപായി ജനൻ TVയുടെ പ്രേക്ഷകർക്ക് വേണ്ടി കൗൺസിലർമാരുടെ ഒപ്പം ഒരു ദേശഭക്തി ഗാനത്തോടെ ഈ സെഷൻ നമുക്ക് അവസാനിപ്പിക്കാം. തുടർന്ന് ദേശീയ കാര്യാലയത്തിലെ പരിപാടിയുണ്ട്. അതിനുശേഷം അമിത്ഷായുമായുള്ള കൂടിക്കാഴ്ച, ഉച്ചയ്ക്ക് പാർലമെന്റ് സന്ദർശനം, വൈകിട്ട് 4 മണിക്കാണ് കൗൺസിലർമാർ പ്രധാനമന്ത്രിയെ കാണുന്നത്. നമുക്കൊരു ദേശഭക്തി ഗാനത്തോടെ ഈ സെഷൻ അവസാനിപ്പിക്കാം. നമസ്കരിപ്പൂ ഭാരതമംഗേ സ്മരണയേ ആനമ്രം, നമസ്കരിപ്പൂ കേശവ ഭാരത ഭാഗ്യവിദാതാവേ, ഭാരത ഭാഗ്യവിദാതാവേ. എരിഞ്ഞു നീറി നിന്നുടെ ഹൃദയം തിങ്ങിടുമഴലാരേ, ചൊരിഞ്ഞു കണ്ണീരിരവും പകലും ഹൃദയവും മെതയാലേ. ഒഴിഞ്ഞു വച്ചു ജീവിതമകിലും ജനനീ ചരണത്തിൽ, പ്രതിജ്ഞ ചെയ്തു പുനരധി ഭാരത വിജയ കൊടി കാട്ടാൻ, ഭാരത വിജയ കൊടി കാട്ടാൻ. നമസ്കരിപ്പൂ ഭാരതമങ്ങേ സ്മരണയേ ആനമ്രം, നമസ്കരിപ്പൂ കേശവ ഭാരത ഭാഗ്യവിദാതാവേ, ഭാരത ഭാഗ്യവിദാതാവേ. Thank you so much. പ്രദീപിള്ള, ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള BJPയുടെ കൗൺസിലർമാർ BJPയുടെ ദേശീയ ആസ്ഥാനത്തേക്ക് പോവുകയാണ്. അവിടെയാണ് രാവിലത്തെ സെഷൻ നിശ്ചയിച്ചിട്ടുള്ളത്. കേന്ദ്ര നഗരവികസന വകുപ്പ് മന്ത്രി മനോഹർ ലാൽ ഖട്ടാറുമായും കൂടാതെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായുള്ള കൂടിക്കാഴ്ചയുണ്ട്. 12 മണിയോടുകൂടിയാണ് BJPയുടെ ജനപ്രതിനിധികൾ പാർലമെന്റിൽ എത്തുക. പാർലമെന്റിന്റെ അവിടുത്തെ പുതിയ പാർലമെന്റ് സന്ദർശിക്കും. കൂടാതെ അവിടെയുള്ള ഉദ്യോഗസ്ഥരുമായുള്ള പ്രധാനപ്പെട്ട ആളുകളുമായുള്ള കൂടിക്കാഴ്ച. ശേഷം 4 മണിക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഡൽഹിയിൽ സെവൻലോ കല്യാൺ മാർഗിലെ വസതിയിലെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ച. പ്രദീപ്. ശരി ജിഷ്ണു, എന്തായാലും ആവേശം നിറയ്ക്കുന്ന കാഴ്ച. നേരത്തെ വനിതാ കൗൺസിലർ പറഞ്ഞ പോലെ ഇതൊരു വിനോദയാത്ര അല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട. എടുത്തു പറയാൻ കാരണമുണ്ട്. ഇതിനെയും അങ്ങനെ വ്യാഖ്യാനിക്കാൻ ചില ശ്രമങ്ങൾ നടന്നതുകൊണ്ടാണ് കോർപ്പറേഷന്റെ ചെലവിലല്ല പോയത് എന്ന് ഇന്നലെ മേയർ VV രാജേഷ് വ്യക്തമാക്കിയത്. വിനോദയാത്രകൾ അനവധി കണ്ടതാണ് കേരളം. അത് ദുബായിലേക്കും US-ലേക്കും യൂറോപ്പിലേക്കും. വെള്ളം കയറിയപ്പോൾ യാത്ര, വെള്ളം ഇറങ്ങിയപ്പോൾ യാത്ര, വരൾച്ച വന്നപ്പോൾ യാത്ര, വെള്ളക്കെട്ട് നിയന്ത്രിക്കാൻ യാത്ര, നെതർലൻഡ്സിലെ വാട്ടർ മാനേജ്മെന്റ്, ഹോളണ്ടിലെ വാട്ടർ മാനേജ്മെന്റ്, ഓസ്ട്രേലിയയിലേക്ക് യാത്ര, അങ്ങനെ ഒരുപാട് വിനോദയാത്രകൾ കണ്ടതുകൊണ്ട് അതൊരു വലിയ പോയിന്റ് ഉണ്ട്. എന്തായാലും ഈ തിരുവനന്തപുരം നഗരത്തിന്റെ വികസനത്തിനുള്ള ആ ബ്ലൂ പ്രിന്റ് കൈമാറിയിട്ടുണ്ടല്ലോ. ഞാൻ മനസ്സിലാക്കുന്ന ഒരുപക്ഷെ അതിലും ഒരുപക്ഷെ എന്തെങ്കിലുമൊക്കെ ഉറപ്പുകൾ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാവുന്ന കേന്ദ്ര നഗര വികസന മന്ത്രിയുമായി. അതെ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് തോന്നുന്നു ഈ പറഞ്ഞാണ്. ഇപ്പോൾ അവർ പോയിരിക്കുന്നത് മനോഹർ ഖട്ടറുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്കാണ്. കാര്യം നഗര ആസൂത്രണം എന്നുള്ളത് എന്നോ തലസ്ഥാനത്ത് നടന്നിട്ടുണ്ടാവും. കേരള തലസ്ഥാനത്ത് ഏതോ ഒരു പക്ഷേ രാജഭരണകാലത്തോ അതല്ലെങ്കിൽ ദിവാൻ ഭരണകാലത്തോ ഒക്കെ, CP-യുടെ കാലത്തൊക്കെ വല്ല പ്ലാനിങ് ഉണ്ടായിരുന്നിരിക്കാം. പക്ഷെ ആധുനിക കേരളത്തിൽ എത്ര നഗര ആസൂത്രണം നടന്നിട്ടുണ്ട്. ഒരു അർബൻ സിറ്റി ആയിട്ട് ഇതിനെ ആര് കണ്ടിട്ടുണ്ട്, എത്ര പ്ലാൻ ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡിങ് നമ്മുടെ ഇവിടുത്തെ ബൈപ്പാസും പുതിയ എക്സ്പ്രസ് വേയും അടക്കമുള്ളവ 30-40 വർഷം മുമ്പ് നടപ്പാക്കിയിരുന്ന കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. കാലഹരണപ്പെട്ട ശേഷം ട്രാഫിക് നിർത്തി വെച്ചിട്ട് ഫ്ലൈ ഓവർ ഉണ്ടാക്കുന്ന ആദ്യത്തെ നഗരമായിരിക്കും ഒരു പക്ഷേ ലോകത്തിലെ. തീർച്ചയായും. അപ്പോൾ അതുകൊണ്ട് വളരെ സുപ്രധാനമാണ്. പറഞ്ഞ പോലെ വിനോദയാത്രയല്ല, വികസനത്തിന് വേണ്ടിയിട്ടുള്ള യാത്രയും കൂടിയാണ് അല്ലേ?